സ്ത്രീകളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഗർഭാവസ്ഥ. നമ്മളോടൊപ്പം നമ്മുടെ ഉള്ളിൽ ഒരു കുഞ്ഞു ജീവൻ കൂടി വളരുന്ന ഒരു സമയം. അപ്പം നമുക്ക് ധാരാളമായിട്ട് നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും മാറ്റങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് നമ്മൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കണം. നമ്മുടെ ഭക്ഷണങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ നൽകണം. കുറച്ചുകൂടെ ആരോഗ്യമായിട്ടിരിക്കാൻ വേണ്ടി എല്ലാവരും പറയാറുണ്ട്. ഒന്നാമത് തന്നെ പയറിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട്. പിന്നെ മുളപ്പിക്കുകയും കൂടി ചെയ്ത് കഴിയുമ്പോൾ പ്രോട്ടീനോടൊപ്പം തന്നെ വൈറ്റമിൻ സി കൂടുന്നുണ്ട്. മെൻ്റലി നമ്മുടെ ആരോഗ്യം ഉറപ്പുവരുത്തണം. അതിനായിട്ട് ചെറിയ രീതിയിലുള്ള യോഗയും മെഡിറ്റേഷനും ഒക്കെ ചെയ്യുന്നത് ഗർഭിണിയായിരിക്കുന്ന ഒരാൾക്ക് നല്ലതാണ്. ഹായ്, ഞാൻ ഡോക്ടർ പ്രിയ, Q1B ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. സ്ത്രീകളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഗർഭാവസ്ഥ. നമ്മളോടൊപ്പം നമ്മുടെ ഉള്ളിൽ ഒരു കുഞ്ഞു ജീവൻ കൂടി വളരുന്ന ഒരു സമയം. അപ്പം നമുക്ക് ധാരാളമായിട്ട് നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും മാറ്റങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് നമ്മൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കണം. നമ്മുടെ ഭക്ഷണങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ നൽകണം. കുറച്ചുകൂടെ ആരോഗ്യമായിട്ടിരിക്കാൻ വേണ്ടി എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് സ്ത്രീകൾ ഗർഭിണിയായിരിക്കുമ്പോൾ കഴിക്കാൻ പാടില്ലാത്തത് എന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. ഏറ്റവും ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് മെർക്കുറി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കരുത്. മെർക്കുറി ഒരു വിഷമാണ്. പ്രധാനമായിട്ടും മെർക്കുറി അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ മീനുകൾ, സ്രാവ്, ടൂണ പോലെയുള്ള മത്സ്യങ്ങളിലാണ് മെർക്കുറി അടങ്ങിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള മീനുകൾ കഴിവതും ഒഴിവാക്കുക. നമ്മൾ സാധാരണക്കാർക്കാണെങ്കിൽ പോലും ഈ മെർക്കുറി ഒരു വലിയ വിഷയമാണ്. കാരണം അത് നമ്മുടെ കരളിലെത്തുകയും കരളിലടിയുകയും പല രോഗങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം ഇപ്പം ഇത് കഴിക്കണം അത്ര ആഗ്രഹമുള്ളവരാണെങ്കിൽ മാസത്തിൽ മാക്സിമം ഒരു 2 തവണ മാത്രം കഴിക്കാം എന്നാണ് പറയപ്പെടുന്നത്. അത്രയധികം വിഷമാണ് നമുക്ക് മെർക്കുറി. അപ്പം ഈ വക ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. രണ്ടാമതായിട്ട് പറയുന്നത് മെയിനായിട്ട് കഫീനാണ്. കഫീൻ എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന കാപ്പി, അതുപോലെ ഗ്രീൻ ടീ, എല്ലാ കോള ഡ്രിങ്ക്സിൽ, അതുപോലെ എനർജി ഡ്രിങ്ക്സിലൊക്കെ കഫീൻ ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ചോക്ലേറ്റിലും 1% കഫീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് സ്ഥിരമായി കഴിക്കുന്നത് വളരെ ദോഷകരമായിട്ട് പറയുന്നുണ്ട്. ഏറ്റവും മിനിമം ആയിട്ട് പറയുന്നത് 20 മില്ലിഗ്രാം വരെ ഒരു ദിവസം ഗർഭിണികൾക്ക് കഴിക്കാമെന്നാണ്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഇത് പ്ലാസൻ്റ വഴി നമ്മുടെ ഭ്രൂണത്തിലെത്തുകയും അത് ഭ്രൂണത്തിൻ്റെ വളർച്ച കുറയും. അതുപോലെ തന്നെ വേണ്ട ആരോഗ്യമില്ലാതിരിക്കുകയും കാരണമാകുന്നുണ്ട്. അതുപോലെ പെട്ടെന്ന് നേരത്തെ ഡെലിവറി വരാനും അതുപോലെ അബോർഷന് വരെ ചാൻസ് ഈ കഫീൻ കൂടുമ്പോൾ ഉണ്ടാവുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. കുഞ്ഞുങ്ങൾക്ക് അവരുടെ വളർച്ചയെ ബാധിക്കുന്നത് പോലെ തന്നെ അവരുടെ അമ്മമാർക്ക് അല്ലെങ്കിൽ ഗർഭിണികൾക്ക് അസിഡിറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെയാണ് അവർക്ക് ഹൃദയമിടിപ്പ് കൂടുതലായിട്ട് പാൽപിറ്റേഷനായിട്ട് അനുഭവപ്പെടുക. ഇതൊക്കെ ഈ കഫീൻ അധികമായി ചെല്ലുമ്പോൾ അവർക്ക് അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പൊതുവേ ഗർഭിണിയായിരിക്കുമ്പോൾ ഹെൽത്തി ഫുഡ് കഴിക്കണം എന്ന് പറയുമ്പോൾ മാക്സിമം ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക, ഹോട്ടൽ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഇപ്പോൾ ചൈനീസ് ഫുഡുകൾ, അതുപോലെ ഫാസ്റ്റ് ഫുഡുകൾ, അതിൽ നമ്മൾ അങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക. കാരണം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ അജിനോമോട്ടോ എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഉണ്ട്. ഈ അജിനോമോട്ടോ എന്ന് പറയുന്നത് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. ഇത് ഭ്രൂണത്തിൻ്റെ വളർച്ചയെ തടയുന്നുണ്ട്. അതുപോലെ തന്നെ ഭ്രൂണത്തിന് അബോർഷൻ വരെ ഉണ്ടാവാൻ ഈ ഒരു കെമിക്കൽ കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം ജങ്ക് ഫുഡുകൾ അതുപോലെ തന്നെ ഹോട്ടൽ ഫുഡുകളും കുറയ്ക്കുക. ഇങ്ങനെ ജങ്ക് ഫുഡുകളൊക്കെ പറഞ്ഞതിനോടൊപ്പം തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഒന്നാണ് മൈദ അടങ്ങിയ ഭക്ഷണങ്ങൾ. നമ്മൾ കഴിക്കുന്ന പൊറോട്ട പോലെയുള്ള ഭക്ഷണങ്ങളാണെങ്കിൽ നമുക്കറിയാം, ഒന്നാമത് ഗർഭിണിയായിരിക്കുമ്പോൾ മലബന്ധം ഒരു കാരണമായി കാണാറുണ്ട്. പല സ്ത്രീകൾക്ക് മലബന്ധം ഉണ്ടാവാറുണ്ട്. നമ്മൾ ഈ മൈദ അടങ്ങിയ പോലെ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. പൈൽസ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഗർഭിണികൾക്ക് ഉണ്ടാവാനുള്ളൊരു കാരണമായി പറയുന്നുണ്ട്. ഇനി നമ്മൾ സാലഡുകളൊക്കെ ഗർഭിണികൾ കൂടുതലായി കഴിക്കണം എന്ന് പറയാറുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അത് കട്ട് ചെയ്യാനുള്ള ഒരു മടികൾ കൊണ്ടുപോലും സാലഡൊക്കെ പാക്കറ്റ് ഫുഡായിട്ട് മേടിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിക്കുന്നവർ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഈ പാക്കറ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ ആ പഴവർഗ്ഗങ്ങളോ പച്ചക്കറികളോ കേടുവരാതിരിക്കാൻ വേണ്ടി പല പ്രിസർവേറ്റീവ്സും ചേർത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങനെ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പഴവർഗ്ഗങ്ങളോ പച്ചക്കറികളോ ഒരു പക്ഷേ കഴുകിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കണമില്ല. അപ്പം ഇങ്ങനെ കഴുകാതെയൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ടോക്സോപ്ലാസ്മോസിസ് എന്നൊരു അണുബാധ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം മാക്സിമം നമ്മൾ തന്നെ വീട്ടിൽ അത് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും സീസണലായിട്ടുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മേടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മേടിക്കുകയാണെങ്കിൽ തന്നെ എന്നിട്ട് അത് വൃത്തിയായിട്ട് ഒരു ഉപ്പോ ഇട്ട് കുറച്ച് നേരം നല്ലപോലെ കഴുകിയ ശേഷം മാത്രം നമ്മളത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ അത് കഴുകിയ ശേഷം മാത്രം കഴിക്കുക. കാരണം ഒരുപാട് കെമിക്കൽസും അതുപോലെയൊക്കെ അടിച്ചിട്ടായിരിക്കും നമ്മുടെ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളൊക്കെ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് നമ്മുടെ കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഇത് പറഞ്ഞതുപോലെ തന്നെ പച്ചമുട്ട ഗർഭിണികൾ ഒരിക്കലും കഴിക്കരുത്. കാരണം പച്ചമുട്ടയിൽ നമുക്കറിയാം ആ മുട്ട കംപ്ലീറ്റ് ആയിട്ട് വേവാത്തത് കൊണ്ട് സാൽമോണെല്ല ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ഇൻഫെക്റ്റീവ് ഓർഗാനിസം ഉണ്ടാകാം.
ഇത് സ്ത്രീകൾക്ക് പനി പോലെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതായി കാണാം. ഫുഡ് പോയ്സൺ ഉണ്ടാകുന്നത് വഴിയാണ് അവർക്ക് പനി ഉണ്ടാകുന്നത്. അതുപോലെ സ്ത്രീകൾക്ക് വയറുവേദന, ഓക്കാനം, ഛർദി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്ടീരിയ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വേവാത്തപ്പോൾ നമ്മുടെ വയറിൽ നമ്മൾ ആ ഒരു ഗർഭിണിയായിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് പൊതുവേ ഇങ്ങനെ സാൽമോണല്ല ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുന്നത്. അപ്പോൾ പ്രധാനമായും ഈ പച്ച മുട്ട അടങ്ങിയതാണ് മയണൈസ്, ഐസ്ക്രീം, കേക്ക്. ഇത് മാക്സിമം കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഓംലെറ്റുകൾ പകരം ബുൾസൈ ഒക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ നമ്മൾ കഴിക്കുകയാണെങ്കിലും അതും കംപ്ലീറ്റ്ലി കുക്ക്ഡ് അല്ല. അപ്പോൾ മാക്സിമം മുട്ട പുഴുങ്ങി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായിരിക്കും നമുക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഉണ്ടാവുക. ഇതുപോലെ തന്നെയാണ് നമ്മൾ മുളപ്പിച്ച പയർ കഴിക്കുന്നത്. നമുക്കറിയാം ഏറ്റവും ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ എല്ലാവരും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുത്താൻ പറയുന്ന ഒരു വസ്തുവാണ് മുളപ്പിച്ച പയർ. ഒന്നാമത് തന്നെ പയറിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട്. പിന്നെ മുളപ്പിക്കുകയും കൂടി ചെയ്ത് കഴിയുമ്പോൾ പ്രോട്ടീനോടൊപ്പം തന്നെ വൈറ്റമിൻ സി കൂടുന്നുണ്ട്. അപ്പം പൊതുവേ മുളപ്പിച്ച പയർ നല്ലതാണെന്നാണ് പറയാം. പക്ഷെ ഗർഭിണികൾ മുളപ്പിച്ച പയർ കഴിക്കാത്തതാണ് നല്ലത്. കാരണം ഇങ്ങനെ മുളപ്പിച്ച പയറിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ സാൽമോണല്ല ബാക്ടീരിയ വളരാൻ വലിയൊരു ഘടകങ്ങൾ അവിടെ ഉണ്ട്. കാരണം ആ ഈർപ്പത്തിലൊക്കെ ഈ ബാക്ടീരിയകൾ ഇരിക്കും. പൊതുവേ ഇങ്ങനെ മുളപ്പിച്ച പയറൊക്കെ എല്ലാവരും സാലഡായിട്ട് വേവിക്കാതെയാണ് കഴിക്കുക. ഇങ്ങനെ സാൽമോണല്ല ബാക്ടീരിയ നമ്മുടെ വയറിലെത്തുകയും അത് പ്ലാസൻ്റ വഴി ഭ്രൂണത്തിലെത്തുകയും അത് ഭ്രൂണത്തിൻ്റെ വളർച്ചയെ വരെ ബാധിക്കുന്നുണ്ട്. അപ്പം മുളപ്പിച്ച പയർ കഴിക്കാത്തതാണ് ഗർഭിണികൾക്ക് നല്ലത്. അതുപോലെ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾ മദ്യം തീരെ ഉപയോഗിക്കരുത്. കുറച്ച് വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഒക്കെ ഒരു കടന്നു വരവോടുകൂടി നമ്മുടെ നാട്ടിലും സ്ത്രീകളിൽ ചെറിയ തോതിലെങ്കിലും മദ്യം ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഗർഭിണിയായിരിക്കുമ്പോൾ പൂർണ്ണമായിട്ട് മദ്യം ഒഴിവാക്കുക. കാരണം കുഞ്ഞുങ്ങൾക്ക് ആൽക്കഹോൾ ഫീറ്റൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ അബോർഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഇങ്ങനെ മദ്യപിക്കുന്ന അമ്മമാരാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പല ലേണിംഗ് ഡിസോർഡർ, അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ വാൽവിന് ചില തകരാറുകൾ, ഹൃദയമിടിപ്പിലൊക്കെ ചില വേരിയേഷൻസ് ഒക്കെ കാണാറുണ്ട്. അപ്പം നമ്മൾ കഴിവതും ഈ ഒരു സമയത്തെങ്കിലും മദ്യം പൂർണ്ണമായും ഒഴിവാക്കുക. ഇനി ഞാൻ പറയുന്നത് ചില പഴവർഗ്ഗങ്ങളെ കുറിച്ചാണ്. അതിലൊന്നാമത്തേതാണ് നമ്മൾ പൈനാപ്പിൾ. പൈനാപ്പിൾ എന്ന് പറയുന്നത് ധാരാളം നാരുകളും വൈറ്റമിൻസൊക്കെ അടങ്ങിയ ഒരു പഴവർഗ്ഗമാണ്. പക്ഷേ ഗർഭിണികൾ ഇത് അമിതമായി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈനാപ്പിളിൽ ബ്രൊമാലിൻ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ട്. ഈ ഒരു കമ്പോണൻ്റ് നമ്മുടെ യൂട്രസ് പെട്ടെന്ന് കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും കാരണമാക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ അബോർഷൻ വരെ ഉണ്ടാവാം. അപ്പോൾ ഇത് അധികമായി കഴിക്കുന്നത് ഗർഭിണികൾക്ക് അത്ര നല്ലതല്ല. അതുപോലെ തന്നെ പപ്പായയും ഒരു മിതമായ അളവിൽ കഴിക്കുന്നതിൽ വലിയ തെറ്റില്ല. പക്ഷേ നമ്മൾ പച്ച പപ്പായയാണ് കഴിക്കുന്നതെങ്കിൽ പപ്പായയിലുള്ള പപ്പൈൻ എന്ന് പറയുന്ന ഒരു ഘടകം ഈ പറഞ്ഞ പോലെ യൂട്രസിനെ പെട്ടെന്ന് കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും കാരണമാവുന്നുണ്ട്. അതുവഴി നമുക്ക് ചിലപ്പോൾ അബോർഷൻ വരെ ഉണ്ടാവാം. പഴുത്ത പപ്പായ ചെറിയ തോതിൽ കഴിക്കുന്നത് വലിയ ദോഷം ചെയ്യാറില്ല. ഇതുപോലെ തന്നെ സ്ത്രീകൾ നമ്മളെ ഓർഗൺ മീറ്റുകൾ, അതായത് കൂടുതലായിട്ടും കരളുകളൊക്കെ കഴിക്കാറുണ്ട്. അപ്പം അങ്ങനെ വരട്ടിയൊക്കെ പൊതുവെ കഴിക്കുന്നത് അത്ര നല്ലതല്ല. കാരണം ഇതിൽ വൈറ്റമിൻ എയുടെ അളവ് കൂടുതലുള്ളതും നമ്മുടെ കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കുന്നതായിട്ട് പറയുന്നു. അതുപോലെ തന്നെ തേനിൻ്റെ ഉപയോഗം നമ്മൾക്കറിയാം. നമ്മളിന്ന് നാടുകളിലൊക്കെ നമ്മളെ വീടുകളിലൊക്കെ പലരുടെ വീട്ടിലൊക്കെ തേനൊക്കെ എടുക്കാറുണ്ട്. നമ്മളത് ഗർഭിണികൾ കഴിക്കുന്നതും നമുക്കറിയാം കുറച്ചുകൂടെ ഹൈജീനിക് ആയിരിക്കില്ല ചിലപ്പോൾ തേൻ എടുക്കുന്ന മാർഗം. അല്ലെങ്കിൽ ആ ചില തരത്തിലുള്ള ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മൾ തേനിൻ്റെ ഉള്ളിൽ കാണാറുണ്ട്. അപ്പം നമ്മൾ ഗർഭിണികൾ തേൻ കഴിക്കുകയാണെങ്കിൽ അതും ചെറിയ രീതിയിൽ പല ഇൻഫെക്ഷൻസ് ഉണ്ടാവാനും കാരണമുണ്ട്. അതുകൊണ്ട് ഗർഭിണികൾ തേൻ എടുക്കുന്ന അത്ര നല്ലതല്ല. ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ഫുഡുകളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ മെൻ്റലി നമ്മുടെ ആരോഗ്യം ഉറപ്പുവരുത്തണം. അതിനായിട്ട് ചെറിയ രീതിയിലുള്ള യോഗയും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് ഗർഭിണിയായിരിക്കുന്ന ഒരാൾക്ക് നല്ലതാണ്. കാരണം നമുക്ക് സ്ട്രെസ്സൊക്കെ കുറച്ചുകൂടെ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമ്മൾ സ്ട്രെസ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മളിൽ ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ച് പ്ലാസൻ്റ വഴി കുഞ്ഞിലെത്തുകയും അത് കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയെ ബാധിക്കുന്നുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളിൽ ചില ലേണിംഗ് ഡിസോർഡേഴ്സ് കാണിക്കാറുണ്ട്. അവരുടെ മാനസിക നിലയ്ക്കും ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അപ്പം ഗർഭിണിയായിരിക്കുന്ന ഒരമ്മ എപ്പോഴും കുറച്ചുകൂടെ ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. കുഞ്ഞിനും കൂടി വേണ്ടിയിട്ടുള്ള ധാരാളം വൈറ്റമിൻസും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. ഫോണ് പോലെയുള്ള ഗാഡ്ജറ്റ്സിൻ്റെ ഉപയോഗങ്ങൾ കുറയ്ക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് വഴി നമുക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് ലഭിക്കും. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും വരുന്നത് വരെ നന്ദി.